തകരാറിലായ വിൻഡോസിന്റെ പ്രവർത്തനം വീണ്ടെടുക്കാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് മൈക്രോസോഫ്റ്റ് ഉള്ളത്. സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമായ ക്രൗഡ് സ്ട്രൈക്കിന്റെ അപ്ഡേറ്റിന് പിന്നാലെയാണ് തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സൈബർ ആക്രമണമല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുംബൈ വിമാനത്താവളത്തിലെയും ഡൽഹി വിമാനത്താവളത്തിലെയും ഒക്കെ ചെക്കിൻ അടക്കമുള്ള പ്രവർത്തനങ്ങളെ ഈ ബ്ലാക്ക് ഔട്ട് ബാധിച്ചിരിക്കുകയാണ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അർജുൻ, ഇന്നലെ വന്ന വാർത്തയാണ് എല്ലാവരും തയ്യാറായിക്കൊള്ളൂ, വിൻഡോസിന്റെ അപ്ഡേറ്റിന് വേണ്ടി തയ്യാറായിക്കൊള്ളൂ എന്ന വാർത്തയാണ് വന്നത്. പക്ഷേ ആ അപ്ഡേറ്റ് വന്നതോടുകൂടി കാര്യങ്ങൾ അവതാളത്തിലായിപ്പോയി. എങ്ങനെയാണ് നിലവിൽ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെയൊക്കെ പ്രവർത്തനം? മറ്റേതൊക്കെ മേഖലകളെ ഈ ഒരു ഇഷ്യൂ ബാധിച്ചിട്ടുണ്ട്? ദിവിഷ, ഞാനിപ്പോഴുള്ളത് ഡൽഹി വിമാനത്താവളത്തിലാണ്. ഡൽഹി വിമാനത്താവളത്തിലെ T3 ടെർമിനൽ 3 ഈ വിൻഡോസിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ടേജ് സാരമായി ബാധിച്ച ഒരു ടെർമിനലാണ്. പക്ഷേ അതിൻ്റെ വ്യാപ്തി അത്രത്തോളം വലുതല്ല എന്നുള്ളതാണ് നിലവിൽ ഇവിടുത്തെ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നിലവിൽ 3 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. 3 ഇൻഡിഗോൻ്റെ വിമാനങ്ങളാണ്. ഒന്ന് റാഞ്ചിയിലേക്ക് പോകാനുള്ളത്, മറ്റൊന്ന് ഡെറാഡൂണിലേക്ക് പോകാനുള്ളത്, മൂന്നാമത്തേത് കശ്മീരിലേക്കുള്ള വിമാനമാണ്. 3 ഇൻഡിഗോ വിമാനങ്ങൾ തന്നെയാണ് റദ്ദായിരിക്കുന്നത്. ഈ ഒരു ബോർഡിൽ ഈ വിമാനങ്ങളുടെ വിവരങ്ങളെല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 3 വിമാനങ്ങൾ റദ്ദാക്കാനും കാരണം ഈ മൈക്രോസോഫ്റ്റിന്റെ ഔട്ടേജ് ആണ്. ആ വിശദീകരണമാണ് ഇൻഡിഗോ നൽകുന്നതും. ഇൻഡിഗോന്റെ തന്നെ സർവീസാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇത് ബാധിച്ചിരിക്കുന്നത്. നിലവിൽ ഈ സമയത്ത് കേരളത്തിലേക്ക്, പ്രത്യേകിച്ചും കൊച്ചിയിലേക്ക് 3 വിമാനങ്ങളാണ് ഡൽഹിയിൽ നിന്നും പുറപ്പെടാനുള്ളത്. ഒരെണ്ണം എയർ ഇന്ത്യ എക്സ്പ്രസ്, മറ്റൊന്ന് എയർ ഇന്ത്യ, മൂന്നാമത്തേത് വിസ്താര. ഈ 3 വിമാനങ്ങളും ഇപ്പോൾ റദ്ദ് ചെയ്തിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം ഒരു 45 മിനിറ്റ് വൈകിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വിസ്താരയുടെ വിമാനത്തിലും എയർ ഇന്ത്യ വിമാനത്തിലും വൈകിട്ടില്ല, ഡിലേഡ് അല്ല. അതിന്റെ ചെക്കിൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആ വിമാനം സമയത്ത് തന്നെ പുറപ്പെടുമെന്നുള്ളൊരു വിശദീകരണമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ 16 ഗേറ്റ് ഉണ്ട് ഈ യാത്രക്കാർക്ക് വിമാനത്താവളത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. ഈ 16 ഗേറ്റുകളിലും ചെറിയൊരു തിരക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഡിജി യാത്ര എന്ന് പറയുന്ന സംവിധാനം, ആ സംവിധാനം ഇപ്പോൾ അധികമൊന്നും വർക്ക് ചെയ്യുന്നില്ല. ആ ഡിജി യാത്ര ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾക്ക് ഈ പുറത്തു നിന്നുള്ള ഈ സെക്യൂരിറ്റി പരിശോധന ഇല്ലാതെ തന്നെ ബോർഡിംഗ് പാസ് ഉപയോഗിച്ച് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറാൻ സാധിക്കും. പക്ഷേ അത് ചെക്ക് ഇൻ സംവിധാനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് കൊണ്ടായതുകൊണ്ട് തന്നെ ഈ ഡിജി യാത്ര എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അകത്ത് ഈ വിമാനത്താവളത്തിന് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ചെക്ക് ഇൻ സംവിധാനങ്ങൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തി കൊടുക്കേണ്ട എല്ലാ ഈ ചെക്ക് ഇൻ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല. അത് മുഴുവൻ മാനുവലായി തന്നെ ബോർഡിംഗ് പാസിൽ പേനയും പേപ്പറും എല്ലാം ഉപയോഗിച്ച് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു കാലതാമസം മാത്രമാണ് എടുക്കുന്നത്. നേരത്തെ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നിശ്ചലമായിരുന്നു. ആ സമയത്താണ് ഒരുപാട് വിമാനങ്ങൾ വൈകിപ്പോയത്. പിന്നീടാണ് ഈ മാനുവൽ ആയിട്ടുള്ള ചെക്ക് ഇൻ സംവിധാനങ്ങൾ ആരംഭിച്ചത്. അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ തിരക്കുകൾ കുറച്ച് കുറഞ്ഞു വരുന്നതും വിമാനങ്ങളുടെ സർവീസ് പഴയ രീതിയിലേക്ക് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് നിലവിൽ ഡൽഹി വിമാനത്താവളത്തിലെ അധികൃതർ കടന്നിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രശ്നം ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകളും ഡൊമസ്റ്റിക് സർവീസുകളും പുറപ്പെടുന്ന T3-യിലില്ല എന്ന് പറയാൻ സാധിക്കും. മാനേജബിൾ ആണ് കാര്യങ്ങൾ എന്നാണോ വിമാന കമ്പനി അധികൃതരും അല്ലെങ്കിൽ വിമാനത്താവള അധികൃതരും ഒക്കെ വ്യക്തമാക്കുന്നത്? വലിയ തോതിൽ ഇപ്പോൾ 1-2 സർവീസുകൾ റദ്ദാക്കിയതൊഴിച്ച് വലിയ തോതിൽ ബാധിക്കില്ലായിരിക്കും അല്ലേ? വലിയ തോതിൽ ബാധിച്ചിട്ടില്ല. ഡൽഹിയിലെ T3-യിൽ വലിയ തോതിൽ ഇന്റർനാഷണൽ സർവീസുകൾ അടക്കമുള്ള ഒരു എയർപോർട്ടാണ് ഈ T3 എന്ന് പറയുന്നത്, ടെർമിനൽ 3 എന്ന് പറയുന്നത്. അവിടെ ഇൻഡിഗോന്റെ തന്നെ 3 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇൻഡിഗോയാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ സർവീസുകൾ കൊണ്ടുപോകുന്നത്. അവരെയാണ് ഈ ചെക്ക് ഇൻ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചതും. നിലവിൽ റാഞ്ചിയിലേക്കും അർജുൻ പീതാംബരനാണ് ഡൽഹി എയർപോർട്ടിലെ T3 ടെർമിനൽ 3-ൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ അർജുൻ പറഞ്ഞതനുസരിച്ച് അത്ര വലിയ തോതിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ വിൻഡോസിൻ്റെ പണിമുടക്ക് വിമാനത്താവളങ്ങളെ കൊണ്ടുപോയിട്ടുള്ള ഇൻഡിഗോയുടെ 1-2 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. മറ്റ് രീതിയിലൂടെ ഇപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ ഈ ഇൻ്റർനെറ്റും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ശക്തമായപ്പോൾ നമ്മൾ പേനയും പേപ്പറും മറന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ വീണ്ടും ആ പേനയും പേപ്പറും എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നതാണ് വിമാനത്താവളങ്ങളിലൊക്കെ ഉള്ള സ്ഥിതി. പക്ഷേ വലിയ പ്രശ്നങ്ങളില്ലാതെ സർവീസുകൾ മാനേജ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഓരോ വിമാന കമ്പനികളുടെയും ഒപ്പം തന്നെ വിമാനത്താവള അധികൃതരുമൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബ്രിട്ടീഷ് ന്യൂസ് ചാനലായ സ്കൈ ന്യൂസിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ലോകത്താകമാനം പലയിടങ്ങളിലും ഒരുപാട് വിമാന സർവീസുകളൊക്കെ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെൻട്രൽ അമേരിക്കയിലെ കുറേ പ്രശ്നങ്ങൾ, തകരാറുകൾ പരിഹരിച്ചു എന്ന് മൈക്രോസോഫ്റ്റ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിവേഗത്തിൽ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കും എന്ന അറിയിപ്പാണ് മൈക്രോസോഫ്റ്റിൽ നിന്ന് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എത്ര സമയത്തിനകം എന്ന വ്യക്തതയില്ല. മറ്റ് പലയിടങ്ങളിലും യൂറോപ്പിലെയും അമേരിക്കയിലും ഒക്കെ പല രാജ്യങ്ങളിലും വൻപൻ കമ്പനികളുടെയും അല്ലെങ്കിൽ ഇത്തരം വിമാനത്താവളങ്ങളുടെയും ഒക്കെ പല പൊതു സംവിധാനങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്.
അർജുൻ തുടരുന്നുണ്ട്. അർജുൻ, രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലെ വിവരങ്ങൾ എന്താണ്? ഒപ്പം തന്നെ മറ്റേതെങ്കിലും മേഖലയിൽ ഇത് കാര്യമായി ബാധിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ടോ? ദിവിഷ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഹൈദരാബാദിലെയും അതുപോലെ തന്നെ ചെന്നൈയിലെയും വിമാന സർവീസുകൾ കുറച്ച് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം നിരവധി സർവീസുകൾ അവിടെ നിന്നും പുറപ്പെടാനുള്ളത് റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമുള്ളത് അവിടെ ആളുകൾ അടക്കം ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശമൊന്നും വിമാന കമ്പനികളുടെ ഭാഗത്ത് നിന്നും ചെന്നൈയിലോ ഹൈദരാബാദിലോ നൽകിയിട്ടില്ല. മാത്രമല്ല, ആളുകൾ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഈ വിമാനങ്ങൾ റദ്ദാക്കിയ വിവരങ്ങൾ അറിയുന്നത്. ബോംബെയിലും നിലവിൽ ഈ ചെക്ക് ഇൻ സംവിധാനങ്ങൾ മാനുവൽ ആക്കിക്കൊണ്ട് പഴയ രീതിയിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറുകളിലെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് മേഖലയിലെയോ വലിയ രീതിയിൽ എന്തായാലും നിലവിൽ ഈ വിൻഡോസിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ബ്ലാക്ക് ഔട്ട് ബാധിച്ചിട്ടില്ല. നേരത്തെ SBI വ്യക്തമാക്കിയിരുന്നു അവരുടെ സേവനങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം SBI വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ ബാങ്കിങ് സെക്ടറുകളെല്ലാം തന്നെ അവരുടെ ഒരു ബിസിനസ്സിനെ ഒന്നും ട്രാൻസാക്ഷനെ ഒന്നും നിലവിൽ എന്തായാലും ഈ സർവീസ് ബാധിക്കുന്നില്ല വലിയ തോതിൽ എന്നുള്ള കാര്യം ഇപ്പോൾ കൃത്യമായി പറയുന്നുണ്ട്. ഈ വ്യോമയാന മേഖല ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത്ര വലിയ പ്രശ്നമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ വിമാന കമ്പനികൾ ഈ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് നിർദ്ദേശം കൃത്യമായി നൽകണം. ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ SMS വഴിയോ കൃത്യമായി നൽകണം. അതിനുശേഷം വിമാനം റദ്ദാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് നേരം വൈകിട്ടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ മാത്രം വിമാനത്താവളത്തിലേക്ക് വന്നാൽ മതി എന്നാണ് വ്യോമയാന മന്ത്രാലയവും അവരെല്ലാവരും പറയുന്നത്. കാരണം ആ വിമാനത്താവളത്തിൽ ഉണ്ടാകുന്ന ഒരു തിരക്ക് അത് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഈ മറ്റ് ലോകരാജ്യങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെക്കാട്ടിലും വലിയ രീതിയിൽ തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ചെറുത്തു നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ പുലർച്ചെ 3:30-4 മണിയോടുകൂടിയായിരുന്നു ഈ അപ്ഡേറ്റ് ഉണ്ടാകുന്നതും പിന്നാലെ ഈ തകരാർ സംഭവിക്കുന്നതും. ഏകദേശം 10 മണി ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ കുറച്ചമായിരുന്നു. എന്ത് ചെയ്യണം ആദ്യഘട്ടത്തിൽ എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഒരുപാട് വിമാനങ്ങൾ വൈകി ഓടാൻ തുടങ്ങിയത്. ഏകദേശം 2 മണിക്കൂർ വരെയൊക്കെ ഡിലേ ഉണ്ടായി. പിന്നീട് മാനുവൽ ചെക്കിങ്ങുള്ളൊരു രീതിയിലേക്ക് പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ ഒരു ആവറേജ് ഡിലേ എന്ന് പറയുന്നത് 45 മിനിറ്റാണ്. അതിനപ്പുറത്തേക്ക് മിക്ക വിമാനങ്ങളും ഡിലേ ആയിട്ടില്ല. ഈ മാനുവൽ ചെക്കിങ്ങിലൂടെ തന്നെ ആളുകളെ പ്രവേശിപ്പിച്ച് വിമാനങ്ങൾ സർവീസ് നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 വിമാനങ്ങൾ മാത്രമേ റദ്ദാക്കിയിട്ടുള്ളൂ. അതൊന്നും തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് ഒന്നും തന്നെ ഇല്ല. കൊച്ചിയിലേക്ക് ഈ സമയത്ത് 3 സർവീസ് ഉണ്ട്. ആ 3 സർവീസുകളും നടക്കുന്നുണ്ട്. അതിൻ്റെ ചെക്കിൻ നടപടികൾ പൂർത്തിയായിരിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് 40 മിനിറ്റ് വൈകിയിരിക്കുന്നത്. വിസ്താരയുടെയും എയർ ഇന്ത്യയുടെയും സർവീസുകൾ കൊച്ചിയിലേക്ക് കൃത്യസമയത്ത് തന്നെ നടത്തുമെന്നുള്ള കാര്യം വിമാന കമ്പനികളും ഈ എയർപോർട്ട് അധികൃതരും ശരിയാണ്. അർജുൻ പറഞ്ഞ പോലെ ഇന്ത്യയേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ പല സംവിധാനങ്ങളും, അവിടുത്തെ ബാങ്കിങ് സംവിധാനം, വിമാന കമ്പനികൾ, ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ പ്രവർത്തനം കാര്യമായി തടസ്സപ്പെട്ടു. ഒപ്പം തന്നെ UK ഇപ്പോൾ സ്കൈ ന്യൂസ് പൂർണ്ണമായി നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നു. റെയനെയർ അവിടെ IT ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം പൂർണ്ണമായും അവരുടെ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നു. അമേരിക്കയിൽ ഒട്ടുമിക്ക എല്ലാ വിമാന കമ്പനികളുടെയും സർവീസുകൾ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് വിവരം. ജർമ്മനിയിൽ ബെർലിനിൽ അവിടെ കൂടുതൽ വൈകലുണ്ടാകും, സർവീസുകൾ വൈകി മാത്രമേ നടത്താൻ കഴിയൂ എന്ന മുന്നറിയിപ്പുകൾ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. അത് വെച്ചൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ വിമാനത്താവളം 1-2 സർവീസുകൾ റദ്ദാക്കി എന്നതൊഴിച്ച് അത്ര വലിയ തോതിൽ ബാധിച്ചിട്ടില്ല ഇതുവരെ എന്നാണ്. പക്ഷേ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കുക എന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്.